ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കുവാൻമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇപ്പം നമുക്ക് 4 മണിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിന്നറിനായാലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റോളാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു കൊൽക്കത്ത റോളാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ആട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കില്ലേ, അതിന് ഉപയോഗിക്കുന്ന ആട്ട തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ലവണ്ണം ഇതിനെ കുഴച്ചെടുക്കണം. അപ്പം ഇത് ശരിക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇതിലേക്ക് ഈ റോൾ ഉണ്ടാക്കുന്നതിലേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതേ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെ നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാമൊക്കെ വരും. അപ്പം ഇതിനെ നമ്മൾ നല്ല ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇത് നമ്മുടെ റോളിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിനെ നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് നാരങ്ങ നീരും, പിന്നെ ഇതിലേക്ക് കുറച്ച് എന്താ പറയുക മുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇത്തിരീശയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം അങ്ങനെ 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ടിട്ട് നമുക്ക് ഇതിനെ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഇവിടെ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ഈ റോൾ ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ അല്പം എന്താ പറയുക ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതല്ലാതെ വളരെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇത്തിരി ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ കുക്കുംബറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കുക്കുംബർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അല്പം ഉപ്പും പിന്നെ നമ്മുടെ ലെമൺ ഇല്ലേ, ആ ലെമണിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത് നമ്മുടെ റോളിൽ മെയിനായിട്ട് എന്താ പറയുക ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റോൾ എന്ന് പറയുന്നത് എന്താ പറയുക മുട്ടയും ചിക്കനും വെജിറ്റബിൾസൊക്കെ കൊണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു റോളാണ്. അപ്പോൾ അതേ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് അല്പം ഉപ്പും പിന്നെ പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ചപ്പാത്തി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതേ ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു നാരങ്ങ വലുപ്പത്തിലാണ് ഒരു ഉണ്ട എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ പരത്തിയെടുക്കണം. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന അതേ രീതിയിൽ തന്നെ ആണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതേ ഒരെണ്ണം ഇവിടെ പരത്തിയതേ ഈ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ചപ്പാത്തിയും പരത്തിയെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ രണ്ടാമത്തെയും പരത്തി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ സാധാരണ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നു ആ ഒരു ഇതിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇതിലേക്കാണ് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല എന്താ പറയുക നല്ല സ്മൂത്തായിരിക്കും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടാണ് ഈ റോള് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന എന്താ പറയുക ഒരു റെസിപ്പിയാണിത്. കാരണം ചപ്പാത്തിയൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് ഇതേപോലെ എന്നും ചപ്പാത്തി കഴിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഇതേ രീതിയിലൊന്ന് ഈ റോളൊക്കെ തയ്യാറാക്കിയെടുത്താൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു വിഭവമായിരിക്കും ഇത്. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ ചപ്പാത്തിയൊക്കെ നമ്മുടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് റോൾ ഉണ്ടാക്കുന്ന മെയിൻ ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് കിടക്കണം. അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് കുറച്ചൊന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ ഇതിന്മേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ മറിച്ചിടുമ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഒരു ഇത്തിരി നേരം നമ്മൾ വേവിച്ചെടുത്താൽ മതി. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം അങ്ങനെ ഇത് ഒരു ഇത്തിരി നേരം ഒന്ന് വെന്ത് വന്നാൽ മതി. അത്ര സമയം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം അതിന് ശേഷം നമ്മൾ ഇതിനെ മാറ്റി വയ്ക്കുക. അപ്പം അത് ഇവിടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്തത് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പം ഇതേപോലെ തന്നെയാണ് അടുത്തതിന്മേലേക്ക് നമ്മളിത് ഇതേപോലെ ചപ്പാത്തി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ റോൾ ഉണ്ടാക്കാനുള്ള 2 ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോൾ എടുത്തിട്ട് ആദ്യം ഇവിടെ വയ്ക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ ആ എല്ലാ വെജിറ്റബിൾസും കൂടി ഇതിന്മേലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അങ്ങനെ ഞാനിവിടെ കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ ആ ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ കിസാൻ്റെ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്, കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ 2 സൈഡും കൂടി റോൾ ചെയ്തിട്ട് ഇതിനെ ഞങ്ങളുടെ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അതിനെ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ആദ്യത്തെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ റോളും തയ്യാറാക്കി എടുക്കണം. അപ്പം രണ്ടാമത്തെ റോളിലേക്ക് ഇതേപോലെ നമ്മൾ വെജിറ്റബിൾസ് വെച്ചതിന് ശേഷം വീണ്ടും ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇതിനെ ഇതേപോലെ തന്നെ ബട്ടർ പേപ്പർ കൊണ്ട് ഇതിനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ 2 കൊൽക്കത്ത റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കൊൽക്കത്ത റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നോമ്പിൻ്റെ ഒക്കെ ഒരു കാലമാണ്. അപ്പം ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്താ പറയുക എഗ്ഗും ചിക്കനും വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.